ഈ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിനായകൻ ചേട്ടനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Put your hands together for this wonderful actor, people. വിനായകൻ ചേട്ടനെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാനായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജയസൂര്യയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let me welcome on stage the one and only Jayasuriya. Put your hands together, people, for the one and only Vinayakan. ചേട്ടാ നിങ്ങൾക്ക് വേണ്ടി രണ്ട് വാക്ക്. ഇതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ്. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വിനായകന് പൊന്നാട അണിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കാരണം അർഹതപ്പെട്ടവർക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും കാണുന്നവർക്കും സന്തോഷമാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ എൻ്റെ ചങ്ങാതിയെ തേടി വരട്ടെ. എല്ലാവർക്കും നന്ദി. അപ്പോൾ മെയിൻ ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിനായകൻ ചേട്ടാ രണ്ട് വാക്ക് സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. അവാർഡ് കിട്ടിയിട്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാണ്. എനിക്കാണ് കിട്ടിയെന്ന് ഇങ്ങനെ പറയാം. നിങ്ങൾക്കാണ് കിട്ടിയത്, നമ്മൾക്കാണ് കിട്ടിയത്. നമ്മളുടെ സന്തോഷം തന്നെയാണ്. അത് ഞാനും പങ്കിട്ടു. എനിക്ക് വളരെ സന്തോഷം, വളരെ സന്തോഷം. ലാലേട്ടൻ എന്നെ ഇവിടെ വിളിച്ചത് രണ്ട് കാര്യത്തിനായിട്ടാണ്. ഒന്ന് ഈ ഓഡിയോ ലോഞ്ച്, മറ്റൊന്ന് ലാൽ ക്രിയേഷൻസ് ചെയ്യുന്ന അടുത്ത പടത്തിൻ്റെ പേരും ലോഗോയും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് അതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിബി 2-ൻ്റെ ലൊക്കേഷനിലോട്ട് നമ്മളെപ്പോലെ അഭിനയം ഭ്രാന്തു വട്ടായിട്ട് എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് അവിടെ സംഭവിച്ച കുറേ അനുഭവങ്ങൾ കോർത്തിണയിക്കൊണ്ടുള്ള ഒരു കഥയാണിത്. ആ പടത്തിൻ്റെ പേരും ലോഗോയും നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് എന്നോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം. പക്ഷേ ആ കാര്യം ചെയ്യാൻ എന്നേക്കാൾ നല്ലത് ആ പടം ഉണ്ടാകാൻ കാരണക്കാരനായ ആ ചെറുപ്പക്കാരൻ തന്നെയാണെന്നുള്ളതാണ്. അതിനായി ചേട്ടൻ്റെ അനുഭവത്തോടുകൂടി, നമ്മുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഞാൻ ആ ചെറുപ്പക്കാരനെ ഈ സ്റ്റേജിലോട്ട്, ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. മധു, ഇങ്ങ് കേറിപ്പോരെ. ചെറുപ്പക്കാരൻ ഇനി ആ സുരേഷ് ഗോപി ചേട്ടനെ പോലെ 4 ഡയലോഗ് അങ്ങോട്ട് കാച്ചിക്കോ. എൻ്റെ പേര് മധു. ഞാൻ ഹണിബിൽ കോസ്റ്റ്യൂം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിനിമയിൽ എന്തൊക്കെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു സീനിലെങ്കിലും മുഖം കാണിക്കുക എന്നുള്ളത്, ഒരു ഡയലോഗെങ്കിലും പറയാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. എനിക്ക് സിനിമയിൽ യാദൃശ്ചികമായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ശ്രീനിവാസൻ സാറിന് ചെറുപ്പം അഭിനയിച്ച ഞാനാണ്.